ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇനി സ്നാക്കിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി പൊടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക കേട്ടോ. ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചതച്ചത് ചേർത്ത് കൊടുക്കാൻ കഴിയുന്നവർ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ടായിരുന്നെ കൊണ്ട് ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. അതൊന്ന് മൊരിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള കുനുകുനാന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഒരു പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഈ പൊടികളെല്ലാം ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് മാത്രം നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം ഈ മസാലയിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിക്ക് തന്നെ ഈ മസാലയും നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ചേർത്തത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ കുക്കറിൽ ഉപ്പിട്ട് വേവിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഒന്നങ്ങ് ആവി കയറ്റി വേവിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ തീരെ വെള്ളമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും മസാലയും തമ്മിൽ നന്നായി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയില കയ്യിലുള്ളവർ നിർബന്ധമായിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ചൂടുള്ള വെള്ളം അതിനെക്കൊണ്ട് തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പോരാൻ തോന്നുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ 2 തവണ ആദ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് 2 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പം മാവൊന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുത്തതുകൊണ്ട് തന്നെ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും. ഇതപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇതപ്പോൾ ഞാൻ മാവ് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇല്ലേ, അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് എല്ലാം പരത്തിയെടുത്ത മാവിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പൂൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് ആ സ്പൂണിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഇതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി എടുക്കുക. ഉരുട്ടി ഇതുപോലെ നീളനാക്കിയെടുക്കുക. ഉരുട്ടി എടുക്കുന്ന സമയത്ത് ലൂസായി പോവാതെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉരുട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് വലിയ പീസസ് ആക്കരുത്. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ കാണാൻ ഇത്തിരി ഭംഗിക്കുറവുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും ഇത് കുഞ്ഞിതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം കാണുമല്ലേ, അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും.
അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസില്ലേ അത് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒക്കെ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ ചെറിയൊരു പൊറോട്ടയുടെ ഒക്കെ ഒരു ഇതിൽ നമുക്കിങ്ങനെ കിട്ടും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്നാക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടമാവും. ഞാനിപ്പോൾ ഓരോ സ്നാക്കും ഇതുപോലെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നുമല്ല. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിതപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ ഫ്ലെയിം എല്ലായിടത്തേക്കും എത്തിക്കൊള്ളണമെന്നില്ല. കുറച്ച് വലിയ പാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാനിനെ സൈഡിലേക്കൊക്കെ നീക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് എല്ലാ ഭാഗവും വേവിച്ചെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്നാക്കിനെ നീക്കി വെച്ച് ആവാത്ത ഭാഗം ആവാത്ത സ്നാക്ക് നടുക്കിലേക്ക് വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മളിത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട്. നമ്മൾ എന്നും ഉണ്ടാക്കി കൊടുക്കുന്ന പലഹാരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ മക്കൾക്ക് ഇത് എടുത്ത് കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും. മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.